അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 ടിഫിനുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മേളിൽ തന്നെ ഇരിപ്പുണ്ട്. ചാമേരിയാണ്, മില്ലറ്റ് റൈസ്, അല്പം പിക്കിളുണ്ട്, പിന്നെ ചീരത്തോരൻ അതിനകത്ത് കാണാമല്ലോ നിങ്ങൾക്ക് തന്നെ. പിന്നെ കണിവെള്ളരിക്ക ഇട്ട പുളിശ്ശേരിയാണ്. പിന്നീട് ഇതാണ് നമ്മുടെ ചീരത്തോരൻ. നമ്മുടെ ഫേവറേറ്റ് സംഭവമാണ് ചീരത്തോരൻ. അത് നല്ല ഫ്രഷ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. വയറ് ക്ലീൻ ആവാനും ബെസ്റ്റാണ്. ഇത് കൊണ്ടാട്ടം നാരായണം കൊണ്ടുവന്ന പാവയ്ക്ക കൊണ്ടാട്ടം എന്ന് പറയും. എയർ ഫ്രൈയിലിട്ടുകൊണ്ട് അച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്നു, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. പാവയ്ക്ക കൊണ്ടാട്ടം നല്ല ഫ്രൈ ആണ്, നല്ല മുരിഞ്ഞിരിക്കും. അത് നല്ല ടേസ്റ്റിയാണ്. അപ്പം ചീരത്തോരനെടുത്തു, പിന്നെ വെള്ളരിക്കയിട്ട പുളിശ്ശേരി, പിന്നെ കൊണ്ടാട്ടം. പപ്പടം ഒന്നും കഴിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും എണ്ണ ഉപയോഗിക്കാതെ ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാലും എന്നും വേണ്ട. അപ്പം ഇതുപോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും ഒരു കൂട്ടാനായി. അപ്പം അതെല്ലാം ഒന്ന് ചേർത്ത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. ഓണത്തിൻ്റെ വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും.